മഹാരാഷ്ട്രയിൽ NCP നേതാവ് അജിത് പവാറിന് ആശ്വാസം. അജിത് പവാർ പ്രതിയായ ബിനാമി കേസ് ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കി. ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ട്രൈബ്യൂണൽ ഉത്തരവ് പുറത്തു വന്നത്. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം അടുത്ത ആഴ്ച ഉണ്ടാകും. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഓരോ കേസുകൾ ഒഴിവാകുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. 2019 ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരായ ജലസേചന അഴിമതി കേസിലെ പല കേസുകളും എഴുതി തള്ളി. അതിനുശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും NCP പിളർന്നതിന് ശേഷം BJP സഖ്യത്തോടൊപ്പം ചേർന്ന ഉപമുഖ്യമന്ത്രി, അപ്പോഴും അത്തരത്തിലുള്ള നടപടികളുണ്ടായി. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആശ്വാസം വരുന്ന ഒരു വാർത്തയാണ് ഈ സമയം പുറത്തേക്ക് വരുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 2021 അദ്ദേഹവും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളുടേതും എന്ന് ആരോപിച്ച് ബിനാമി പ്രോപ്പർട്ടികളായ 3 പ്രോപ്പർട്ടികൾ സീസ് ചെയ്തിരുന്നു. അത് കണ്ടുകെട്ടിയിരുന്നു. അതിൽ ഗോവയിലുള്ള ഒരു റിസോർട്ട്, ഡൽഹിയിലുള്ള ഒരു ഫ്ലാറ്റ്, സത്താരയിലെ ഷുഗർ ഫാക്ടറി, അങ്ങനെ ഏതാണ്ട് 1000 കോടിയോളം വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഈ കേസിൽ, ഈ ബിനാമി കേസിൽ അജിത് പവാറിനെതിരായി യാതൊരു തെളിവുകളുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇപ്പോൾ ആ കേസുകൾ റദ്ദാക്കുന്നത്. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുകളിലുള്ള കേസുകളിൽ ഒരു വലിയൊരു ശതമാനവും ഇതിനോടകം തന്നെ ഇല്ലാതാവുകയാണ്. ഇപ്പോൾ 1000 കോടി രൂപ വില വരുന്ന പ്രോപ്പർട്ടികളാണ് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. അതോടൊപ്പം മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച ഇപ്പോൾ ശൈത്യകാല സമ്മേളനം നിയമസഭയോട് തുടങ്ങുകയാണ്. ആ സമ്മേളനത്തിന് മുന്നോടിയായി മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും അവർക്ക് ഏതെല്ലാം വകുപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ ആരൊക്കെ, അവർക്കൊക്കെ ഏത് വകുപ്പ് എന്ന കാര്യത്തിലും തീരുമാനമാവേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും. നഗരവികസനവും അടക്കമുള്ള ചില വകുപ്പുകൾ, പൊതുമരാമത്തും അടക്കമുള്ള വകുപ്പുകൾ ഷിൻഡെ വിഭാഗത്തിൽ ലഭിക്കും. കൃഷിയും ധനകാര്യ വകുപ്പും, അത് 2 പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. അത് NCP അജിത് പവാറിന് ലഭിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.